ഇനി നമുക്ക് ശക്തന്മാരായ രണ്ടാടുകളുടെ കഥ കേൾക്കാം. ദൂരെ ഒരു കാട്ടിൽ അഗാധമായൊരു കൊക്കയുണ്ടായിരുന്നു. അതിൻ്റെ ഒരു വശത്ത് നിറയെ ഇളം പുല്ലുള്ള കുന്നിൻ ചെരുവും മറ്റേ വശത്ത് ഒരു കുളവും ഉണ്ടായിരുന്നു. കൊക്കയുടെ കുറുകെയുള്ള വീതി കുറഞ്ഞ പാലത്തിലൂടെ പോയാലേ മൃഗങ്ങൾക്ക് വെള്ളം കുടിക്കുവാനും പുല്ല് തിന്നുവാനും കഴിയുമായിരുന്നുള്ളൂ. അങ്ങനെയിരിക്കെ ഒരു ദിവസം കറുമ്പനാട് പുല്ല് തിന്നാനായി കുന്നിൻ ചെരുവിലേക്ക് പോവുകയായിരുന്നു. അപ്പോഴതാ പാലത്തിന്റെ എതിർവശത്തു നിന്നും വെളുമ്പനാട് വരുന്നു. രണ്ടുപേരും പാലത്തിൽ കയറി നടക്കുവാനും തുടങ്ങി. വെളുമ്പ, രണ്ടുപേർക്കും ഒരുമിച്ച് പാലത്തിലൂടെ നടക്കാൻ കഴിയില്ല എന്നറിയില്ലേ? വേഗം പുറകോട്ട് ചെന്ന് മാറി നിൽക്ക്, എനിക്ക് പുല്ല് തിന്നാൻ പോകണം. എടാ കറുമ്പ, ഞാൻ ദാഹിച്ചിട്ട് വരികയാണ്, എനിക്ക് വെള്ളം കുടിക്കണം. ഞാൻ പോയതിന് ശേഷം നീ പോയാൽ മതി. വാശി മൂത്ത ആടുകൾ പൊരിഞ്ഞ തല്ലു തുടങ്ങി. രണ്ടാടുകളും തുല്യ ശക്തരായിരുന്നു. പരസ്പരം വിട്ടുകൊടുക്കാതെ കുറേ നേരം കൊത്തിയും തൊഴിച്ചും അവർ മത്സരിച്ചു. ഒടുവിൽ രണ്ടുപേർക്കും ജയിക്കാനാവില്ലെന്ന് ബോധ്യമായി. ചങ്ങാതി, നാം തുല്യ ശക്തരാണ്. ഇങ്ങനെ കലകിച്ചു കൊണ്ടിരുന്നാൽ എന്റെ വിശപ്പും മാറില്ല, നിന്റെ ദാഹവും മാറില്ല. അതുകൊണ്ട് ഞാൻ മാറി നിൽക്കാം. നീ പോയി വെള്ളം കുടിച്ചോളൂ, അതിനുശേഷം ഞാൻ പോയിക്കോളാം. ചങ്ങാതി, നീയാണ് ആദ്യം പാലത്തിൽ കയറിയത്, അതുകൊണ്ട് നീ പോയതിന് ശേഷം ഞാൻ പോകാം. അങ്ങനെ അവരുടെ കലഹവും വാശിയും തീർന്നു. കൂടാതെ കറുമ്പന് വയറ് നിറയെ പുല്ലും വെളുമ്പന് ദാഹം തീരുവോളം വെള്ളവും കിട്ടി. വാശി മൂത്ത് അടിപിടി കൂടിയ ആടുകൾ അല്പം ക്ഷമ കാണിച്ചപ്പോൾ പ്രശ്നം തീർന്നത് കണ്ടില്ലേ? ഇനി മുതൽ നിങ്ങൾ ആരും ഒരു കാര്യത്തിലും വാശി കാണിക്കില്ലല്ലോ, അല്ലേ?